ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോഴുള്ള എനർജീസ് എങ്ങനെയാണ്, അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ആൻഡ് അവരുടെ എനർജീസ് എങ്ങനെയാണ് എന്നുള്ളത് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അകന്നു നിന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് അവർ തമ്മിൽ അത്രയും ഒരു ബോണ്ട് ഇല്ലാതിരുന്ന് വീണ്ടും കുറച്ചും കൂടി ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അങ്ങനെ വന്നിട്ടുള്ള എനർജീസ് ആയിരിക്കാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇതിന് മുൻപുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിലൊക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി എനർജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ടൈമിൽ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളെയും കൂടി വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് തന്ന് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു തേർഡ് പാർട്ടിക്ക് അത്രമേൽ ഒരു പ്രാധാന്യം ഈ ഒരു പേഴ്സൺ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ചിലപ്പോൾ ഇപ്പോഴുള്ള ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ ഓൾറെഡി തേർഡ് പാർട്ടി എനർജിയുടെ ഒപ്പം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണെന്ന് തേർഡ് പാർട്ടിക്കും തേർഡ് പാർട്ടി ആരാണെന്നുള്ളത് നിങ്ങൾക്കും വ്യക്തമായിട്ട് തന്നെ അറിയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം പോകും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജിയെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വരും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ കൂടുതലൊരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുള്ളത് നിങ്ങൾക്കാണ്. മാത്രമല്ല ആ ഒരു സമയത്തെല്ലാം ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അവരെ വേണ്ടത്ര ഗൗനിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കുറ്റങ്ങളോ കാര്യങ്ങളോ എല്ലാം നിങ്ങളോട് തന്നെ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്രയും അഷ്യൂർഡായിട്ട് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയിലേക്കും പോവില്ല. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യില്ല. നിങ്ങളാണ് അവരുടെ മനസ്സിലെന്നുള്ള ഒരു ധാരണയിലായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ കറൻലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും ആ ഒരു ബന്ധം വിട്ടുകളയാൻ സാധിക്കാത്ത ബന്ധമാണ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ ഇവരുടെ ഒരു എക്സ് ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്ന ശേഷം അവർ തിരിച്ചു വന്നതായിരിക്കാം. കാരണം അങ്ങനെയുള്ള എനർജീസ് നമുക്ക് കൂടുതലായിട്ട് തന്നെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണിത്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ആ ഒരു ബന്ധത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യക്തി മാനസികമായിട്ട് അതിനകത്ത് ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും ഏത് ബന്ധത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതിനകത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ ട്രസ്റ്റ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുക, പരസ്പരം ചതിക്കാതിരിക്കുക. ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഫാക്ടറാണ് എല്ലാ ബന്ധങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് തന്നെ കാണാം. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ ഫുള്ളി ഓപ്പൺ അപ്പ് അല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട് ഒരു ഫിയർ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അവർ ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ ഒന്ന് ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി കുറവ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സൺ അവരോട് എക്സ്പ്രസ് ചെയ്ത് പുറമെ കാണിക്കണം എന്നില്ല. പക്ഷെ മാനസികമായിട്ട് ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും അവരോട് മറച്ചു വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില കള്ളങ്ങൾ പറയുന്നതായിരിക്കാം. അപ്പം ഇത്തരത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ വളരെ ഡിസപ്പോയിൻമെൻ്റ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നഷ്ടബോധത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അവർ ആ ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ടൈം അവർ ഉപയോഗിക്കുന്നത് തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം അവർ അറിയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം അവർ അവരുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെ അവർ വലിയ കാര്യമായിട്ടൊന്നും ഗൗനിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ബിൽഡ് ചെയ്യണം. ചിലപ്പോൾ അവരുടെ ഒരു കരിയറിലായിരിക്കാം ഈ ഒരു പേഴ്സൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തേർഡ് പാർട്ടിയെ ഇവർ ആശ്രയിച്ച് നിൽക്കുന്നത് തന്നെ ചിലപ്പോൾ ഫിനാൻഷ്യലി ഇവർക്കുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള അവസ്ഥ കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡിപെൻഡൻസി ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, അങ്ങനെ ആ ഒരു പേഴ്സൻ്റെ മാത്രം കാര്യത്തിലാണ് അവരിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് എത്രയധികം അടുപ്പം കാണിച്ചു കഴിഞ്ഞാലും മാനസികമായിട്ട് ഒരു കയ്യകലം അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ബൗണ്ടറി ലൈൻ അപ്പുറത്തേക്കായിട്ട് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് ഇവരോട് കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ആ ഒരു സിംഗിൾ എനർജിയാണ്, ആ ഒരു തരത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് അത്രയും ഒരു ചായ്വോ സ്നേഹമോ ഉള്ളതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തുടർന്ന് പോകുന്നതിൻ്റെ ഒരു നൈരാശ്യവും ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നോക്കുമ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ വളരെയധികം ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരെയൊക്കെ സംസാരിച്ച് വരുതിയിലാക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവരിലേക്ക് ആക്കിയെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സംസാരമോ തർക്കമോ അങ്ങനെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും സ്വന്തം കാര്യങ്ങൾ വാദിച്ച് ജയിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ബോസിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ, ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് മുൻപിലേക്ക് വരിക, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളൊരു ഭരിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്ത് സ്വന്തം കൈപ്പിടിയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ പോലെ തന്നെ അവർ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തിയെ അഡ്വൈസ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാത്തിലും ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ കൈകടത്തൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരു കൺട്രോളിങ് പവർ ഉള്ള ഒരു പേഴ്സണാണ്. ആ ഒരു കൺട്രോളിങ് അവർ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് അത്രമേലൊരു താല്പര്യം ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോടില്ല. ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു കൺട്രോളിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബോസിനെസ് കാണിക്കുന്ന ഒരു സ്വഭാവമായതുകൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൊണ്ടോ വേണമെങ്കിലും ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. ആ ഒരു നിരാശബോധം വരുന്നത് തന്നെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിമിത്തമായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ട്രോങ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ തമ്മിലിപ്പോൾ അകന്ന് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഏത് തരത്തിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയോട് ഒട്ടും മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ആനുകൂല്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ പുറമേ കാണിക്കുന്നത് ചിലപ്പോൾ വളരെയധികം എക്സ്പ്രസീവായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ടാവാം. സ്നേഹം കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്നേഹം അഭിനയിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു സ്റ്റക്നെസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലൊരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ്, ഒരു കുടുക്കിനകത്ത് പെട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തത് പോലെയുള്ള ആ ഒരു ഫീലിംഗ്. അതുപോലെ തന്നെ ആ ഒരു എഡിക്ഷൻ, അല്ലെങ്കിൽ മാനസികമായിട്ട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം മനസ്സെന്ത് പറയുന്നു അത് പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെയൊക്കെ ഒരു എഫക്റ്റ് പോലെയുള്ള ഒരു സംഗതികളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സെന്ത് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി എന്ത് തീരുമാനിക്കുന്നു അത് അവർക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതൊരു പക്ഷേ ഇവരുടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ അവരുടെ ഒപ്പം നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തുടർന്ന് പോകേണ്ടി വരുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വര വരച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വട്ടം വരച്ചിട്ട് അതിനുള്ളിൽ നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മനസ്സിനനുസരിച്ചുള്ള ഒരു തീരുമാനം ഈ ഒരു പേഴ്സൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിയർ ഉണ്ട് തേർഡ് പാർട്ടിയോട്. അത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ഒരു പേഴ്സണെ വരിഞ്ഞു മുറുക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവർ ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ ആയിരിക്കാം അവരെന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണെ കുറിച്ച് തേർഡ് പാർട്ടി സ്പൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൺട്രോളിങ് ഓൾറെഡി ഉള്ളൊരു പേഴ്സണാണ്. ചിലപ്പോൾ അവരുടെ ഒരു കൺട്രോളിൽ നിന്ന് ഈ ഒരു വ്യക്തി പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ളതായിരിക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സ്പൈയിങ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയോട് കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് അല്ല. ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മറയ്ക്കകത്ത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ആ ഒരു താല്പര്യമില്ലാഞ്ഞിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചില കാര്യങ്ങളോ പിടിച്ചു നിർത്തലോ സ്റ്റക്നെസ്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ അവർ തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് എനർജിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ തന്നെയായിരിക്കാം. അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സും കാര്യങ്ങളെല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ച് ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് പോകുന്നൊരവസ്ഥയായിരിക്കും. അവരുടെ മനസ്സിലുള്ള ആ ഒരു വൈരാഗ്യമോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൂവിങ് ഓൺ എനർജിയോ ഒന്നും ഇവരോട് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കലഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ പേഴ്സണെ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ പോകുന്നതായിട്ട് തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത് തിരുത്താനായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫൈനലി ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു ടു ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്, ആ ഒരു ഇൻഡിസിഷൻ എനർജിയാണ്. ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാനസികമായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞ് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോരണോ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതിയോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് സാധിച്ചിട്ടില്ല. വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇൻഡിസിഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയോട് മാനസികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ വ്യക്തിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഫീലിങ്സോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളും തീർച്ചയായിട്ടും ഇവർ തമ്മിലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരോടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിൽ അകന്നിരുന്നിട്ട് വീണ്ടും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് മാജിക് എനർജിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സണെ അതിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി പോകുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ പോലും സംശയിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഇവരുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരുടെ ലൈഫ് മാറ്റിമറിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ വന്ന ശേഷം പല കാര്യങ്ങളും മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന ശേഷം അതെല്ലാം മാറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിലായിക്കോട്ടെ പല കാര്യങ്ങളിലും ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളൊരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്തരത്തിലായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണുള്ളത്. അതായത് നിങ്ങളുടെ സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതായിക്കോട്ടെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് വളരെയധികം നല്ല രീതിയിൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം നല്ലതായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് എനർജിയിലാണുള്ളത്. ഇപ്പോഴുള്ള ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി മറിയും എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണാം. ആ ഒരു വെയിറ്റിംഗ് എനർജി, അല്ലെങ്കിൽ എല്ലാം ശരിയാവും എന്നുള്ള തരത്തിൽ നിങ്ങളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് വരുന്നത്. മാത്രമല്ല നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനെങ്കിലും സാധിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും.
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉൾപ്പെടെ പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എല്ലാ ഭാരങ്ങളും അവരുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൂടാ, അതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിരുന്നു എന്നാണ് ഈ ഒരു പേഴ്സൻ്റെ ചിന്താഗതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ലൈഫിൽ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. നിങ്ങളോട് ഈ ഒരു പേഴ്സൺ റെസ്പെക്റ്റ് ഉണ്ടെന്ന് പറയാം. അവരുടെ ലൈഫ് ഒരുപാട് മാറ്റിയതിൽ, അല്ലെങ്കിൽ ഇവരൊരു ബെറ്റർ പേഴ്സൺ ആക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത് നിങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കാം, പലതരത്തിൽ, ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സണ് അവരുടെ ഒരു മെമ്മറിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഷ്ടപ്പെടുത്തരുത്. അവരുടെ ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും അവർ പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ തേർഡ് പാർട്ടിയോടുള്ള എനർജി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു വ്യക്തിക്ക് ഒരു ഫിയർ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം. അതാണ് ഈ ഒരു പേഴ്സണെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജീസ് നോക്കിയാലും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റിലേക്കെല്ലാം പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തേർഡ് പാർട്ടി നിമിത്തമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവണമെന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ പാറ്റേണും ചിലപ്പോൾ കുറച്ച് പേർക്ക് മാത്രമായിരിക്കാം റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.